വണ്ണിന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം എവിടെ? ആ സ്ത്രീ നടന്നു വരുന്ന എവിടെ? അങ്ങനെയാണെങ്കിൽ ആ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന വെള്ള ചുരിദാറിട്ട സ്ത്രീ, ബാക്ക് സീറ്റിൽ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ഞാൻ ചോദിക്കണം. അല്ലല്ല, ഞാൻ പറയാം. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കേൾക്കാനുള്ള സമയം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ പറഞ്ഞു അയച്ചത്? മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ അല്ല, മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പണം കൊടുത്തത്? ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് പോണോ അതോ എനിക്ക് ഓരോരുത്തരായി? ഒരു നിമിഷം, അതായത് അവിടേക്ക് മീഡിയ വണ്ണല്ല, ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖം എവിടെ? കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. സുരേന്ദ്രന്റെ കാറിലേക്ക് എവിടെ കയറുന്നു? അല്ല, ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇത് ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ. എന്റെ കാറിൽ പിന്നെ അമ്മയുടെ, അതായത് ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ നൽകിയെന്ന് അമ്മ പറയുന്നുണ്ട്. അല്ല, അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്റെ കാറിന്റെ തൊട്ടുപിറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ കൂടെ വന്ന സ്ത്രീയാണോ അല്ലയോ? നിങ്ങൾ അമ്മയ്ക്കറിയുമോ? അല്ല, ഏത് സ്ഥാനാർത്ഥി? ആ അമ്മയുടെ അടുത്ത് ഞാൻ പോയോ? നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത, ശോഭ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ ഈ വിനേഷിന്റെ കാറിന്റെ മുൻവശത്ത് ഇരിക്കുന്ന സ്ത്രീയുടെ ദൃശ്യമുണ്ട്. അത് അയാളുടെ ഭാര്യയാണ്, അവളെ ചോദ്യം ചെയ്യണം. ശരി, അങ്ങനെയാണെങ്കിൽ പോയിട്ടുള്ളത് ആ സ്ത്രീയല്ല. ഇതിനകത്ത് തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാം. അല്ല, ഒരു മിനിറ്റ് ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലുമോ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ് ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ് കാറിനകത്തല്ല. ഒരു മിനിറ്റ് ഒരൊറ്റ ചോദ്യം പൈസ കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യമാണ് ഈ സാരി. ഒരു മിനിറ്റ് കാണിക്കും, നിങ്ങൾ ഈ ദൃശ്യം കാണിക്കും. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ ബി ജെ പിയുടെ പ്രതിനിധിയോ
അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? ഒന്ന് ഒരു മിനിറ്റ് ആര് കൊടുക്കുന്നതാണ് ഒരു മിനിറ്റ് നിങ്ങളുടെ കാറിന്റെ മീഡിയ റിപ്പോർട്ട് ഒരു മിനിറ്റ്. ശരി, നിങ്ങള് പൈസ കൊടുക്കുന്ന ദൃശ്യം അവിടെ പൈസ ദൃശ്യം കാണിക്കുന്നു. ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കുന്നത്, രണ്ടിനും മറുപടി പറയും. ചേച്ചി ഒരു മിനിറ്റ് ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചിട്ടില്ല. അല്ലല്ല, ഒരു മിനിറ്റ് രണ്ട് കാര്യം. ഒരു മിനിറ്റ്. അത് കോൺഗ്രസിന്റെ വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം, വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവരെവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. കേരളത്തിൽ വെള്ള വസ്ത്രം ധരിച്ചു പാടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ചിത്രീകരിച്ചില്ല? എന്റെ മോളെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ അത് ചിത്രീകരിച്ചില്ല?